ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ലിയോണിക്സിന്റെ IPBS 200 സീരീസിൽ വരുന്ന ഇൻവെർട്ടറാണ്. IPBS 200, 300, 500 എല്ലാം ഏകദേശം ഒരേ ഫോം ഫാക്ടറിലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ LCD സ്ക്രീനാണ്. IPBS 500ൽ വരുമ്പോൾ സ്ക്രീൻ വരുന്നുണ്ട്. അതാണ് ഒരു മെയിൻ വ്യത്യാസം ഞാൻ കണ്ടത്. പിന്നെ ബാക്കി അത്യാവശ്യം ഇന്റർണൽ സ്ട്രക്ചറും ബോഡിയെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഇത് വാൾ മൗണ്ടബിൾ ആണ്. പ്ലസ് നമുക്ക് അത്യാവശ്യം പോർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. ഇത് മെയിൻലി ഈ 200ഉം 300ഉം ഉപയോഗിക്കുന്നത് അത്യാവശ്യം വർക്ക് ഫ്രം ഹോം പർപ്പസിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു CCTV കണക്ട് ചെയ്യാനോ നമ്മുടെ റൗട്ടർ കണക്ട് ചെയ്യാനോ അങ്ങനെയുള്ള പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ്. നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഇന്റേണൽ കമ്പോണൻസുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. നമ്മുടെ ബാറ്ററിയുടെ ബ്രേക്കർ ഓഫ് ചെയ്യാം. ബാറ്ററിയുടെ ബ്രേക്കറാണ് ഇതിന് വരുന്നത്. ഇത് AC-യുടെ അല്ല, ബാറ്ററിയുടെ ബ്രേക്കറാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് 2 സ്ക്രൂസും സൈഡിലും പിന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ടും സ്ക്രൂസ് വരുന്നുണ്ട്. ഓക്കെ, ഈ സ്ക്രൂസ് ഞാൻ ആൾറെഡി റിമൂവ് ചെയ്തു. നമുക്ക് ഇനിയിപ്പം വണ്ടിയുടെയൊക്കെ ബോണറ്റ് തുറക്കുന്ന പോലെ തന്നെ ഒന്ന് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് തുറക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഇതിന്റെ ആ ഒരു LED സ്ക്രീനിന്റെ അല്ലെങ്കിൽ LED-യുടെ കണക്ഷൻസ് അതിന്റെ അടിയിലാണ് വരുന്നത്. ഓക്കെ, അവന് അത്യാവശ്യം ലെങ്ത് ഉണ്ടെങ്കിലും മുകളിൽ നിന്ന് തുറക്കുന്നതിനെക്കാട്ടിലും താഴെ നിന്ന് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബ്രേക്കർ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോപ്പർ ട്രാൻസ്ഫോമർ കാണാൻ പറ്റും. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കോപ്പർ ട്രാൻസ്ഫോമറാണ്. പിന്നെ ബാറ്ററി ലിഥിയം ബാറ്ററിയാണ്. പിന്നെ അതിന്റെ മുകളിലായിട്ട് ബോർഡ്. ഇപ്പോൾ ബോർഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും. അത്യാവശ്യം ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബോർഡ് തന്നെയാണ്. 200 വാട്ട്സ് ആണെങ്കിൽ പോലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹീറ്റ് സിങ്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നല്ല രീതിയിലുള്ള ഒരു കൂളിംഗ് ഇതിന് കിട്ടും. പിന്നെ അതിന്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ താഴെ ബാറ്ററിയും മുകളിൽ ഫാനും ഉണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന BMS, ഈ ഓറഞ്ച് കളർ ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന BMS. ഇത് ഡാലിയുടെ BMS ആണ്. ഇത് 20 ആംപിയറിന്റെ 4S12, അതായത് 4 സെല്ലുകൾ സീരീസും പിന്നെ 20 ആംപ്സ് മാക്സിമം തരാൻ പറ്റുന്ന 12 വോൾട്ടിന്റെ ലിഥിയം ഫെറോസോൾഫേറ്റ് ബാറ്ററിക്ക് യൂസ് ചെയ്യേണ്ട BMS ആണ്. പിന്നെ വയേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട്, പോർട്ടബിൾ ആയതുകൊണ്ടാണ് ഇതിനെ കുറച്ച് കൂടുതലായിട്ട് ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരിക്കുന്ന സമയത്തൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാറ്ററിക്ക് അഡീഷണൽ ഒരു ഫോമിന്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്, ബാറ്ററിക്കും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ സെൽസ് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ഒരു മിനിറ്റിനകത്ത് ആ സെൽസ് സെപ്പറേറ്റ് നോക്കാം. ഇതിന് 4 സെൽസ് ആണ് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാര്യം ഇത് 15Ah ആണ്. ഈ 200Ah മിക്കവാറും വരുന്ന 15Ah. പിന്നെ വേണമെങ്കിൽ അഗൻസ്റ്റ് റിക്വസ്റ്റ് 30Ah-ൻ്റെതും കിട്ടും. പിന്നെ ബോർഡ് സെയിം തന്നെ ആയിരിക്കും. പിന്നെ 300 വരുമ്പോൾ അതിന്റെ ആ ഒരു കാർഡ് മാറും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 500 ആയിരുന്നാലും ചെറിയൊരു വ്യത്യാസം, കാർഡ് മാറും എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇതേ ബോഡിയിൽ തന്നെയാണ് 500 വാട്ട്സിൻ്റെതും വരുന്നത്. പിന്നെ ബ്രേക്കറിൽ നിന്നുള്ള കണക്ഷൻ ബാറ്ററിയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ബ്രേക്കർ നമ്മുടെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാനാണ്. ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബ്രേക്കർ ഉപയോഗിക്കുന്നത്. സൈഡിലായിട്ട് AC-യുടെ ഔട്ട്പുട്ടും. പെട്ടെന്ന് കാണുമ്പോൾ ഒരു AC-യുടെ ബ്രേക്കറായിട്ട് ഫീൽ ചെയ്യും. AC-യുടെ ബ്രേക്കർ അല്ല, സൈഡിലായിട്ട് വേറൊരു ഫ്യൂസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് AC-ക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ ബാറ്ററീസ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. അതായത് C-ബാക്കിന്റെ ബാറ്ററിയാണ്. ഇതിന്റെ സീരിയൽ നമ്പറും മറ്റു കാര്യങ്ങളും നോക്കാം. 3.2 വോൾട്ടിന്റെ ലിഥിയം ഫെറോസോൾഫേറ്റ് സിലിണ്ടറിക്കൽ സെല്ലാണിത്. അതായത് ഇവിടെ കമ്പനിയുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, C-ബാക്ക്. പിന്നെ BI സർട്ടിഫിക്കേഷൻ ഉള്ള ബാറ്ററി ആയതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ പേടി വേണ്ട. പിന്നെ 15Ah ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സിലിണ്ടറിക്കൽ സെല്ല് തന്നെ 6Ah ബാറ്ററിയും വരുന്നുണ്ട്. ഒരു ബ്ലൂ കളർ സെല്ല് മിക്കവാറും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും 6Ah. ചില ഡിവൈസുകളിൽ നമ്മൾ 6Ah സെല്ലും കാണാറുണ്ട്. ഇത് 15Ah സിംഗിൾ സെല്ലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സെല്ലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സെല്ല് തന്നെയാണ്. BI സർട്ടിഫിക്കേഷൻ ഉള്ള ഈ ഒരു സെല്ല് നല്ല ക്വാളിറ്റി ഉള്ള സെല്ലാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ 4 സെല്ല് ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിൽ 30Ah ആണെന്നുണ്ടെങ്കിൽ ഒരു സെല്ലും കൂടെ പാരൽ ചെയ്യും. ഓക്കെ, അപ്പം പാരൽ ചെയ്യുന്ന സമയത്ത് ഈ എത്ര വരും, നമുക്ക് ടോട്ടൽ 30Ah വരും. 2 സെല്ല് പാരൽ ചെയ്തിട്ട് ആ 2 സെല്ലിന്റെ 4 സെറ്റ് ഉണ്ടാക്കും. അപ്പോൾ 4 സീരീസും 2 പാരലും വരും. പിന്നെ സൈഡിൽ ഞാൻ പറഞ്ഞു ഫ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് AC-യുടെ ഫ്യൂസ്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചുവപ്പ് റീസെറ്റ് സ്വിച്ചും കാണാൻ പറ്റും. അത് റീസെറ്റ് സ്വിച്ച് ആണ്. അത് കഴിഞ്ഞിട്ട് AC-യുടെ പവർ കോഡ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ കവർ ചെയ്ത് തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും അസംബിൾ ചെയ്ത് നമുക്ക് ഇതിന്റെ ഒരു ചാർജിങ്ങോ അല്ലെങ്കിൽ ഡിസ്ചാർജിങ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും. മാക്സിമം ലോഡ് എത്ര വരെ എടുക്കുന്നു എന്നുള്ളത് നോക്കാം. 200 വാട്ട്സ് ആണ് പറയുന്നത്. അപ്പോൾ 200 വാട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതിന്റെ സൈഡിലത്തെ സ്പെക്ക് ഞാൻ സൈഡിലായിട്ട് കാണിക്കാൻ പറ്റും. ഒരു മിനിറ്റിനകത്ത് ഞാൻ അതിന്റെ സൈഡിൽ ഒരു സെപ്പറേറ്റ് ഇമേജ് ആയിട്ട് തന്നെ കാണിക്കാം. അപ്പോൾ ഈ വായിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ വാൾ മൗണ്ടിങ്ങിന്റെ ഓപ്ഷനാണ് ഈ മുകളിൽ 2 ഹോൾ ഇട്ടിരിക്കുന്നത്. വാൾ മൗണ്ട് ചെയ്യാനുള്ള ഫീച്ചേഴ്സും തന്നിട്ടുണ്ട് അവർ. ഓക്കെ, ഇത് ഓൺ ചെയ്തിട്ട് നമുക്ക് ലോഡ് ടെസ്റ്റിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബാറ്ററി ഓൺ ആക്കുന്ന സമയത്ത് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതാ ഒരു ബീപ്പ് സൗണ്ട് വരും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇൻവെർട്ടർ മോഡിൽ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ KCB കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് മെയിൻസ് കാണിക്കാത്തത്.
നമുക്ക് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കിയ ശേഷം KCB കണക്ട് ചെയ്തിട്ട് ചാർജിങ്ങും നോക്കാം, പിന്നെ ലോഡ് ടെസ്റ്റിങ്ങും ട്രൈ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചരിച്ച് വെച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ചെക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. ലോഡ് ടെസ്റ്റിങ്ങിനായിട്ട് നമ്മൾ ബൾബാണ് എടുത്തിരിക്കുന്നത്. അത് ഓൺ ചെയ്തിട്ട് നമുക്ക് ബൾബ് 100 വാട്ട്സിന്റെ 2 ബൾബ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ബൾബും കൂടെ എക്സ്ട്രാ ലോഡ് ചെയ്ത് നോക്കാം. ആ സമയത്ത് ഓവർലോഡിന്റെ കണ്ടീഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഒരു ബൾബ് ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. 2 ബൾബ് ഇപ്പോൾ 200 വാട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ IPBS 200ൽ 200 വാട്ട്സ് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഓവർലോഡോ വേറെ ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഒരു സെക്കൻഡ് നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം എത്ര നേരം നിൽക്കുന്നു എന്നുള്ളത്. കാര്യം സർജ് കറണ്ടായിട്ട് എടുക്കുന്നതല്ല എന്ന് കാണിക്കാനാണ്. ഇനി അടുത്തൊരു ഇപ്പോൾ എറർ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 300 വാട്ട്സ് ആയി. കാര്യം മുകളിലത്തെ ഓരോ ബൾബും 100 വാട്ട്സ് ആണ്. ഓക്കെ, അതിപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശകലം കഴിയുമ്പോൾ അത് റീസെറ്റ് ആയിക്കോളും. ഓക്കെ, ഒരു ശകലം സമയത്തിന് കൊടുക്കാം റീസെറ്റ് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതായിപ്പോൾ വീണ്ടും റീസെറ്റ് ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അത് തന്നെ ഓവർലോഡ് റീട്രൈ ചെയ്യും. ഇപ്പോൾ അതാ 200 വാട്ട്സ് ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 200 വാട്ട്സ് എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്രീൻ ആ ബോർഡിൽ കണക്ട് ചെയ്തിരുന്നു. ആക്ച്വലി 500ലും 300ലും 200ലും വരുന്ന ബോർഡുകളിൽ ഈ സ്ക്രീൻ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർ മിക്കവാറും യൂസ് ചെയ്യുന്നത് 500ലായിരിക്കും. കാരണം 500ൽ വരുമ്പോഴേ അതിൻ്റെ ഒരു ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ 300ലും 200ലും വാട്ട്സ് അധികം ആൾക്കാർക്കും വേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീനിൽ നമുക്ക് നോക്കാം 106 വാട്ട്സ്, ഒരു 100 വാട്ട്സിൻ്റെ ബൾബാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. 106 വാട്ട്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 ബൾബുണ്ട്. 2 ബൾബ് ലോഡ് ചെയ്തപ്പോൾ എത്ര വാട്ട്സ് കാണിക്കുന്നത് നോക്കാം. ഓക്കെ, ഇത് സ്ക്രോൾ ചെയ്തൊരു ചെറിയൊരു ഡിലേ വെച്ചിട്ട് സ്ക്രോൾ ചെയ്താണ് പോകുന്നത്. ഇതിൽ സിസ്റ്റം ഹീറ്റും കൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അത് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ എത്ര വാട്ട്സ് ടോട്ടൽ ലോഡിങ് ഉണ്ടെന്ന് കാണാനും പറ്റും. കൂട്ടത്തിൽ നമുക്ക് മറ്റേ ആ 300 വാട്ട്സ് ടോട്ടൽ ലോഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് 200 വാട്ട്സിൻ്റെ ബോർഡാണെന്ന് പറഞ്ഞു. 300 വാട്ട്സ് നമുക്ക് ലോഡ് ചെയ്യുമ്പോൾ സ്റ്റാറ്റസും നോക്കാം. ഓക്കെ, ഇതിപ്പം ഔട്ട്പുട്ട് 220 വാട്ട്സ് ഔട്ട്പുട്ട്. അടുത്തത് ഓക്കെ 217 വാട്ട്സ് ആണ്. ഞാനിപ്പോൾ ഓവർലോഡ് കാണിക്കാൻ കാര്യം അടുത്ത നമ്മുടെ ബൾബ് കൂടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 300 വാട്ട്സ് ആണ്. ഓക്കെ, 300 വാട്ട്സ് കണക്ട് ചെയ്ത സമയത്ത് ഓവർലോഡ് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ഒരു ബൾബ് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് റീട്രൈ ചെയ്ത് നോക്കാം. റീട്രൈ ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓവർലോഡ് വീണ്ടും റീസെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീണ്ടും 200 വാട്ട്സ്. 200 വാട്ട്സിന് ഇവിടെ 217 കാണിക്കുന്നത് കാര്യമൊക്കെ ഉണ്ടായില്ല. കാര്യം അത് സ്ക്രീൻ കാണിക്കുന്നത് VAയിലായിരിക്കും. ആക്ച്വലി നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്നത് വാട്ട്സിലുമാണ്. അതിൻ്റെ ഒരു VA ടു വാട്ട്സ് ആ ഒരു ചേഞ്ചാണ് 217 വാട്ട്സ് എന്ന് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ അടുത്തതായിട്ട് ലോഡ് ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും ഓവർലോഡ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഞാൻ ആൾറെഡി പറഞ്ഞു മുകളിലത്തെ റോസിലുള്ളതെല്ലാം 100 വാട്ട്സിൻ്റെ ബൾബുകളാണ്. ഇപ്പോൾ 2 ബൾബാണെന്നുണ്ടെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, 220 വാട്ട്സ് ടോട്ടൽ 217 വാട്ട്സ് കാണിക്കുന്നുണ്ട്. ഈ മോഡൽ 217 വാട്ട്സ് കാണിക്കുന്നുണ്ട്. ഈ മോഡലിൽ യഥാർത്ഥത്തിൽ LED മാത്രമേ വരുന്നുള്ളൂ 200 വാട്ട്സിൻ്റെ ആയതുകൊണ്ട്. അത്യാവശ്യം നമുക്ക് നല്ല ബാക്കപ്പ് കിട്ടും. കാര്യം ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് പോർട്ടബിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. നല്ല ബാക്കപ്പും കിട്ടും. ബെറ്റർ എനിക്ക് തോന്നുന്നത് 30H വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. 200 വാട്ട്സിലായാലും 30H ഓപ്ഷൻ തരുന്ന സ്ഥിതിക്ക് 30H എടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് യഥാർത്ഥത്തിൽ ഒരു 2000 രൂപയ്ക്കകത്തുള്ള വ്യത്യാസമാണ് വരുന്നത്. 200Hൽ 15Hഉം 30Hഉം ബാറ്ററി തമ്മിൽ. ഓക്കെ, ഇതതിൻ്റെ സൈഡിലത്തെ ബാക്കി സ്പെക്കാണ്. ഞാൻ ഓൾറെഡി കാണിക്കാമെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. 200 വാട്ട്സും 300 വാട്ട്സും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ട്, ബാക്കി UPS മോഡിലുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതായത് ഇതിൽ ലിഥിയം ഫെറോസൾഫേറ്റ് ബാറ്ററി കാണിക്കുന്നുണ്ട്, ഡിസ്ചാർജ് ചാർജിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്, ബാറ്ററി വോൾട്ടും വാട്ട്സ് ആംബിയറും കാണിക്കുന്നുണ്ട് 15ഉം 30ഉം. ഈ 30H പോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ഓക്കെ, പിന്നെ ബാറ്ററി ചാർജിങ് കറണ്ടും, പിന്നെ ഇതിൽ ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോളാറിൻ്റെ ഒരു ഓപ്ഷൻ കൂടെ കിട്ടുന്നുണ്ട്. ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സോളാറും കൂടെ ആഡ് ചെയ്ത് തരുന്നതായിരിക്കും ഇതിൽ.